പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ മൂവാണ്ടൻ മാങ്ങയാണ്. അതുകൊണ്ട് നമ്മൾ മാങ്ങക്കറിയാണ് വെക്കാൻ പോകുന്നത്. മാങ്ങക്കറി വയ്ക്കാനായിട്ട് പോവാം വീഡിയോയിലേക്ക്. നമ്മൾ മാങ്ങ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മാങ്ങ ചിരച്ചതും ഒരു മാങ്ങ പച്ചയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് നല്ല ടേസ്റ്റ് ഈ കറിക്കാണ്. അപ്പോൾ നമ്മൾ അതിനൊരു 6 പച്ചമുളക്, ചെറിയ 6 പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സബോള എടുത്തിട്ടുണ്ട്. കറി വയ്ക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊണ്ട് വഴറ്റി കളറൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഈ മാങ്ങയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു കൊടുക്കാം. വെന്ത് വരട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ്. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് അരയ്ക്കാം. നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. മാങ്ങയൊന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ലേശം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ്. മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ നമ്മൾ കൂടുതൽ ഉപ്പ് ചേർക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്താൽ മതി. നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി താളിച്ചു കൊടുക്കാൻ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. അടിപൊളി കറിയാണ്. ഇത് ഞങ്ങളിവിടെ വിഷുവിനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വിഷുവിന് മുമ്പ് മാമ്പഴ പുളിശ്ശേരിയാണ് ഇട്ടിരുന്നത്. നമ്മളിത് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ. അടിപൊളി കറിയാണ്. ഇപ്പം നമുക്ക് മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുള്ള സമയമാണ്. താളിച്ചു കൊടുക്കാം. താളിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണിൻ്റെ പകുതിയുള്ളൂ. സ്പൂണായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊട്ടിച്ചിട്ടില്ല, അങ്ങനെ മുഴുവനെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്.
പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് എരിവ് കൂടും. അത് കാരണം നമ്മളിത് പൊട്ടിക്കാത്തത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മളെ മാങ്ങക്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.